നമ്മുടെ വീടുകളുടെ അകത്തളങ്ങളിൽ ഇപ്പോൾ ഓരോരുത്തരുടെ കയ്യിലും ഇതുപോലെ ഒരു മൊബൈൽ ഫോൺ ഉണ്ടാവും. അതിന് പ്രായ വ്യത്യാസമൊന്നുമില്ല. ജനിച്ചു വീഴുന്ന കുട്ടികൾ മുതൽ മുകളിലേക്ക് ഏത് പ്രായത്തിലും മൊബൈൽ ഫോണില്ലേ ജീവിക്കാൻ പറ്റില്ല എന്ന സാഹചര്യത്തിൽ കൂടെയാണ് കടന്നു പോകുന്നത്. പക്ഷെ നിലവിൽ ഏറ്റവും കൂടുതൽ ഇത് ബാധിക്കുന്നത് ടീനേജേഴ്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ വിദ്യാർത്ഥികളായിട്ടുള്ള 18 വയസ്സിന് താഴെയുള്ള കുട്ടികളെയാണ്. പല രീതിക്കാണ് ഈ മൊബൈൽ കാരണമുള്ള പ്രശ്നം ഈ കുട്ടികളെ അലട്ടുന്നത്. അപ്പോൾ ഇതിനൊരു ശാശ്വത പരിഹാരം എന്ന നിലയ്ക്ക് കുട്ടികളിലെ ഈ സോഷ്യൽ മീഡിയ നിയന്ത്രണം അല്ലെങ്കിൽ മൊബൈൽ ഉപയോഗ നിയന്ത്രണത്തിന് വേണ്ടിയിട്ട് ആന്ധ്രാപ്രദേശിലെ സർക്കാരും കർണാടക സർക്കാരും പുതിയ നിയമങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരും ചില നിയമങ്ങൾ ഒരുക്കുന്നതായിട്ടൊരു അറിവുമുണ്ട്. അപ്പോൾ എന്താണ് കുട്ടികളുടെ സോഷ്യൽ മീഡിയ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട നിയമത്തിൽ പറയുന്നത്, എന്താണ് ഉദ്ദേശിക്കുന്നത്, അതുപോലെ തന്നെ ഏതൊക്കെ കാറ്റഗറിയിൽ എന്തൊക്കെ രീതിക്കാണ് ഈ നിയന്ത്രണം വരുന്നത്, എന്താണ് അതിന്റെ ഡീമെരിറ്റ്, എന്തൊക്കെയാണ് അതിന്റെ മെരിറ്റ്, നമുക്ക് ചർച്ച ചെയ്യാം. ലോ പോയിന്റിലൂടെ ഞാൻ നിങ്ങളുടെ അഡ്വക്കേറ്റ് ആകാശ് ചട്ടത്തുമല്ല. നമ്മുടെ നാടിൻ്റെ ഭാവിയാണ് കുട്ടികളെന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ നിലവിൽ ഓരോ കുട്ടികളും ഇതുപോലെ ഒരു സ്മാർട്ട് ഫോണിൽ തളച്ചിട്ട രീതിയിലേക്കാണ് മുന്നോട്ട് പോകുന്നത്. ഈ ഫോണിലുള്ള ഓരോ ആപ്ലിക്കേഷനും ഏത് സമയത്തും ഈ കുട്ടികൾക്ക് ആക്സസ് ആണ് എന്നൊരു രീതിയിലേക്ക് കാര്യങ്ങൾ മാറുമ്പോൾ ഇവരുടെ ഭാവിയെ തന്നെ വലിയ രീതിക്ക് തന്നെ ഇത് ബാധിക്കുന്നുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് പറയുന്ന 3 കാര്യങ്ങളാണ്. ഒരെണ്ണം ഡിജിറ്റൽ അഡിക്ഷൻ, അതായത് ഏത് സമയം ഫോണ് സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ഫോണ് മാറ്റിക്കഴിഞ്ഞാൽ അവർക്ക് ദേഷ്യം വരിക, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ തന്നെ ഫോൺ ഉപയോഗിക്കാൻ കൊടുക്കാത്തത് കാരണം ആത്മഹത്യ ചെയ്ത കുട്ടികളുടെ എണ്ണം തന്നെ വളരെ കൂടുതലാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഫോൺ ഡിജിറ്റൽ അഡിക്ഷൻ വരുന്നുണ്ട്. അതുപോലെ സൈബർ ഭീഷണി, അതായത് ഇത്തരത്തിൽ മൊബൈൽ ഉപയോഗിക്കുന്ന കുട്ടികളെ പല രീതിക്കും ചൂഷണം ചെയ്യുന്ന വളരെ വലിയ രീതിക്കുള്ള ക്രിമിനൽ കുറ്റകൃത്യങ്ങളും കൂടി വരുന്നൊരു സാഹചര്യമാണ്. അതുപോലെ തന്നെ മാനസികാരോഗ്യം, ഈ ഫോണിൽ തന്നെ നോക്കി അവരുടെ ക്രിയേറ്റിവിറ്റി, അവരുടെ പഠനം, അതുമായി ബന്ധപ്പെട്ട സ്വന്തമായി ചിന്തിച്ച് ചെയ്യേണ്ട പല കാര്യങ്ങളും മൊബൈലിനകത്ത് മാത്രം ഒതുങ്ങിക്കൂടുകയും അപ്പോൾ ഇവരുടെ മാനസികാരോഗ്യ വളർച്ചയെ വല്ലാത്ത രീതിക്ക് ബാധിക്കുന്ന അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട്. നമ്മുടെ കുട്ടികളെ സാധാരണ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരിക എന്ന ഉദ്ദേശത്തോടും കൂടെയാണ് ഇത്തരം നിയമങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നത്. ഇത്തരം നിയമത്തിൽ 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത്. അതിൽ ഒന്നാണ് ഗ്രേഡഡ് ആക്സസ്, അതായത് 18 വയസ്സ് വരെയുള്ള കുട്ടികളെ 3 തരമായി തിരിക്കും. ആ 3 തരമായി തിരിക്കുന്ന കാറ്റഗറിയിൽ പെടുന്ന കുട്ടികൾക്ക് 3 വിധത്തിലാണ് മൊബൈൽ ഫോൺ അല്ലെങ്കിൽ മൊബൈൽ ഫോണിലെ സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷനുകൾ ഉപയോഗിക്കുവാനുള്ള കർശനമായിട്ടുള്ള നിയന്ത്രണം കൊണ്ടുവരിക. അതിൽ രണ്ടാമത്തേതാണ് നൈറ്റ് കർഫ്യൂ, അതായത് ഏകദേശം 10 മണി വരെ മാത്രമേ ഇനി മുതൽ 18 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ലോഗിൻ ചെയ്ത് ഉപയോഗിക്കാൻ കഴിയുള്ളൂ എന്നൊരു നിയമമാണ് കൊണ്ടുവരുന്നത്. അതായത് നമ്മൾ ലോഗിൻ ചെയ്യുമ്പോൾ തന്നെ ഈ 18 വയസ്സിന് താഴെയുള്ള കുട്ടികളാണ് ലോഗിൻ ചെയ്യുന്നതെങ്കിൽ അതിനകത്ത് വരുന്ന നമ്മുടെ ടേംസ് ആൻഡ് കണ്ടീഷനകത്ത് 10 മണിക്ക് ശേഷം ഇതിനകത്ത് നിങ്ങൾക്ക് ആക്സസ് ഉണ്ടാവില്ല എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നുണ്ട്. അതുപോലെ തന്നെ രക്ഷിതാക്കളുടെ മേൽനോട്ടം, അതായത് ഇനി മുതൽ സോഷ്യൽ മീഡിയയിലും മറ്റ് ആപ്ലിക്കേഷനുകളും 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾ ലോഗിൻ ചെയ്യുമ്പോൾ അവരുടെ രക്ഷകർത്താക്കളുടെ കൺസെന്റ് എടുക്കുകയും ഇതേ ആപ്ലിക്കേഷനകത്ത് തന്നെ ഈ രക്ഷകർത്താക്കളുടെ കൺട്രോൾ, അതായത് ഇവരെപ്പോൾ ലോഗിൻ ചെയ്യുന്നു, ഇതിനകത്ത് ആരോടൊക്കെ അവർ സംസാരിക്കുന്നു, എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നെല്ലാമുള്ളൊരു ഓപ്പൺ ആയിട്ടുള്ള ഒരു സിസ്റ്റത്തിലേക്ക് ഇതെല്ലാം മാറ്റിക്കൊണ്ടുവരണം എന്നും ഈ നിയമത്തിനകത്ത് അവർ പറഞ്ഞു പോകുന്നുണ്ട്. കർണാടകയിൽ ഇതിനോടകം തന്നെ ഇത്തരത്തിലുള്ള നിയമം ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള എല്ലാ സാഹചര്യവും ഒരുങ്ങി കഴിഞ്ഞു. 16 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ മേലാണ് ഇത്തരത്തിലുള്ള നിയന്ത്രണം ഈ സർക്കാർ കൊണ്ടുവരുന്നത്. മാർച്ച് 28 കൂടി തന്നെ സംസ്ഥാനത്തൊട്ടാകെ ഈ ഒരു നിയമം നിലവിൽ വരികയും ചെയ്യും. അതുപോലെ ആന്ധ്രാപ്രദേശിൽ 13 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കാണ് ഇത്തരത്തിലുള്ള നിയന്ത്രണത്തിന് കീഴിൽ വരുന്നത്. അടുത്ത 90 ദിവസത്തിനകത്ത് തന്നെ ഇത് നടപ്പിലാക്കണമെന്നും സർക്കാർ എടുത്തു പറയുന്നുണ്ട്. നമുക്കറിയാവുന്നത് പോലെ തന്നെ വിദേശ രാജ്യമായ ഓസ്ട്രേലിയയിൽ ഒരുപാട് നാളുകൾക്ക് മുമ്പ് തന്നെ 16 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ ഈ സോഷ്യൽ മീഡിയ നിയന്ത്രണത്തിന് നിയമം കൊണ്ടുവന്നിരുന്നു. ഇത്തരത്തിലുള്ള നിയമങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ട് മാതൃകയാക്കിക്കൊണ്ട് ഇത്തരത്തിലുള്ള പുതിയ നിയമങ്ങൾ മുന്നേക്ക് കൊണ്ടുവരുന്നത്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞ ഒരു ടേമാണ് ഗ്രേഡഡ് ആയിട്ടുള്ള സംവിധാനം. അതായത് നമ്മുടെ കുട്ടികളെ 3 തരത്തിലേക്ക് തരംതിരിക്കുന്നു. അതിൽ ഒന്ന് 8 മുതൽ 12 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് കർശനമായ നിയന്ത്രണമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ രക്ഷകർത്താക്കളുടെ പൂർണ്ണമായ മേൽനോട്ടം ഉറപ്പുവരുത്തണമെന്നും ഈ നിയമത്തിൽ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് 12 മുതൽ 16 വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ് മിതമായ രീതിക്ക് സമയപരിധി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇവർക്ക് ഈ നിയന്ത്രണം കൊണ്ടുവരുന്നത്. 16 മുതൽ 18 വയസ്സ് വരെയുള്ളവർക്ക് നിയന്ത്രണങ്ങൾ വളരെ കുറവായിരിക്കും. എന്നിരുന്നാലും കേന്ദ്ര സർക്കാരിന്റെ നിയന്ത്രണത്തിലായിരിക്കും ഈ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ കുട്ടികൾക്ക് നൽകുക. ഇത്തരത്തിലുള്ള നിയന്ത്രണം കൊണ്ടുവരുന്ന നിയമങ്ങൾക്ക് മുന്നോടിയാണ് ഞാൻ മുമ്പ് ചെയ്ത ഒരു വീഡിയോ DPDP ആക്ടിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനകത്തും ഓൾറെഡി 18 വയസ്സിന് താഴെയുള്ള എല്ലാവരെയും കുട്ടികളായിട്ട് കൺസിഡർ ചെയ്തുകൊണ്ട് അവർക്ക് വേണ്ട പ്രൊട്ടക്ഷൻ, ഡാറ്റ പ്രൊട്ടക്ഷൻ ആ ഒരു നിയമത്തിൽ പറയുന്നുണ്ട്. അതിൽ തന്നെ
രക്ഷകർത്താക്കളുടെ കൺസെന്റ് ഇല്ലാതെ ഈ കുട്ടികളുടെ ഒരു ഡാറ്റയും ആർക്കും എടുക്കാൻ സാധിക്കില്ല എന്നും പറയുന്നുണ്ട്. അതുപോലെ കുട്ടികളെ വെച്ചുകൊണ്ടുള്ള പരസ്യങ്ങൾ, അല്ലെങ്കിൽ കുട്ടികളെ ടാർഗറ്റ് ചെയ്തുള്ള പരസ്യങ്ങൾ, ഇതിനെല്ലാം ഈ DPDP ആക്ട് വളരെ വലിയ രീതിക്കുള്ള കർശനമായ നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ DPDP ആക്ടിന് പുറമെയാണ് കുട്ടികളുടെ സോഷ്യൽ മീഡിയ ഉപയോഗം നിയന്ത്രിക്കുന്ന രീതിയിലുള്ള നിയമം കൊണ്ടുവരാൻ കർണാടക സർക്കാരും ആന്ധ്രാപ്രദേശ് സർക്കാരും ഒരുങ്ങിയതും ഇപ്പോൾ കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകുന്നതും. 2026 ഈ ഡിജിറ്റൽ യുഗത്തിൽ ഇത്തരം നിയമങ്ങൾ നടപ്പാക്കുന്നത് ഒരു പ്രായോഗികമായ കാര്യമാണോ എന്നുള്ളൊരു വലിയ സംശയവും നിലനിൽക്കുന്നുണ്ട്. കാരണം നമ്മുടെ കുട്ടികൾക്ക് എല്ലാവർക്കും നിലവിൽ ഡിജിറ്റൽ സാക്ഷരത എന്ന് പറയുന്നത് 100ന് മുകളിലാണ്. അവർക്ക് ഈ ഡിജിറ്റൽ യുഗത്തിൽ ഇതെല്ലാം ഉപയോഗിക്കാൻ, എങ്ങനെയൊക്കെ ഉപയോഗിക്കാം, എങ്ങനെയൊക്കെ മറച്ചുപിടിച്ച് ഉപയോഗിക്കാം എന്നെല്ലാം നല്ലതുപോലെ അറിയാം. അതുപോലെ ഈ പ്രായപരിധി എങ്ങനെയാണ് ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കുന്നവർ മറികടക്കാൻ ഉപയോഗിക്കുക എന്നുള്ള ചോദ്യങ്ങളും വളരെ വലിയ രീതിക്ക് മുന്നോട്ടുണ്ട്. അതുപോലെ VPN പോലുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുന്ന കുട്ടികളുണ്ട്. അപ്പോൾ ഇതൊക്കെ എങ്ങനെ മറികടക്കും, ഇത്തരത്തിൽ രക്ഷകർത്താക്കളെ എങ്ങനെ ഇതിനകത്തേക്ക് കൊണ്ടുവരും, ഈ വയസ്സ് കറക്റ്റ് എടുക്കുന്ന രീതിക്ക് ആധാർ ലിങ്ക് ചെയ്യേണ്ടതായിട്ടുണ്ടോ എന്നെല്ലാമുള്ള സംശയങ്ങൾ നിലവിൽ അന്തരീക്ഷത്തിൽ നിൽക്കുമ്പോഴും നമുക്ക് ഈ ഡിജിറ്റൽ യുഗത്തിൽ, ഈ ഡിജിറ്റൽ നേരത്ത് നമുക്ക് ഈ കുട്ടികളുടെയും അതുപോലെ മുതിർന്നവരുടെയും സംരക്ഷണയാണ് ഏറ്റവും കൂടുതൽ വേണ്ടത് എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ മുഖ്യമായൊരു ഘടകവും മുഖ്യമായൊരു ഉദ്ദേശവും. എൻ്റെ അറിവിൽ ഇത്തരം നിയമങ്ങളെല്ലാം നമ്മുടെ നാടിനും നമ്മുടെ കുട്ടികൾക്കും നമ്മുടെ സമൂഹത്തിനും വളരെ നല്ലതാണ്. അതിലുമുപരി നമ്മുടെ വീടുകളുടെ അകത്തളത്തിൽ നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, പ്രത്യേകിച്ച് രക്ഷകർത്താക്കൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ കുട്ടികളെ സ്ക്രീൻ ടൈം. എന്ത് കാര്യത്തിനും അവരൊരു നിർബന്ധം പിടിച്ചാലോ, അവർ ആഹാരം കഴിക്കണമെങ്കിലോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും കാര്യം ചെയ്തു കൊടുക്കണമെങ്കിലോ എല്ലാ കാര്യത്തിനും അവർ മൊബൈൽ വേണമെന്ന് നിർബന്ധം പിടിക്കുന്ന ഒരു കാലമാണ്. ഈ സമയത്ത് മൊബൈലിന്റെ സ്ക്രീൻ ടൈം അധികം കൊടുക്കാതെ ഇരിക്കുവാനുള്ള ഒരു ശ്രമം നമ്മുടെ രക്ഷകർത്താക്കൾ ചെയ്യണം. മിക്കുള്ളവരും കുട്ടികളുടെ ശല്യം കുറയുവാൻ വേണ്ടി, അല്ലെങ്കിൽ കുട്ടികൾ വന്ന് അമ്മ അമ്മ എന്ന് വിളിക്കുന്നു, അച്ഛ അച്ഛ എനിക്കിന്നത് ചെയ്തു താ എന്ന് പറയുന്ന ആ ഒരു സാഹചര്യത്തിൽ നിന്ന് ഒഴിവായി നമുക്ക് രക്ഷകർത്താക്കൾക്ക് സ്വൈര്യമായി ഇരിക്കണം എന്നൊരു ഒറ്റ ഉദ്ദേശത്തോടു കൂടി കുട്ടികൾക്ക് മൊബൈൽ ഫോൺ കൊടുത്തിട്ട് അതുവഴി പോകുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. അപ്പോൾ ആ ഒരു സമയത്താണ് സ്ക്രീൻ ടൈം കൂടുകയും ഇവർക്ക് ഈ സോഷ്യൽ മീഡിയ ഉപയോഗത്തിലേക്ക് കടന്ന് അതിനകത്തേക്ക് വളരെ വലിയ രീതിയിലേക്ക് ഇറങ്ങി പോവുകയും ചെയ്യുന്നത്. അപ്പോൾ അത് കുറയ്ക്കുവാൻ വേണ്ടി സ്ക്രീൻ ടൈം കുറയ്ക്കുക എന്നുള്ള ഉത്തരവാദിത്തം രക്ഷകർത്താക്കൾ തന്നെ ഏറ്റെടുക്കണം. അതുപോലെ തന്നെ കുട്ടികളോട് സംസാരിക്കുക. നമ്മുടെ വീടുകളിൽ ആഹാരം കഴിക്കാനിരിക്കുന്ന സമയത്തോ TV കാണാനിരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ഇതെല്ലാം കഴിഞ്ഞിട്ട് ചായ കുടിക്കുന്ന സമയത്തൊക്കെ മുൻപ് എല്ലാവരും തമ്മിൽ സംസാരിക്കുന്ന ഒരു സമയമുണ്ടായിരുന്നു. എന്നാൽ നിലവിൽ പല വീടുകളിലും അത്തരത്തെ അവസ്ഥയ്ക്ക് മാറി. ആഹാരം കഴിക്കുമ്പോഴായാലും TV കാണുമ്പോഴായാലും ചായ കുടിക്കുമ്പോഴായാലും നമുക്ക് വീട്ടിൽ എല്ലാവരെയും ഒരുമിച്ച് കിട്ടുന്ന ആ സമയത്ത് പോലും എല്ലാവരും അവരവരുടെ ഫോണിലാണ് എന്നുള്ളതാണ് സത്യം. അപ്പോൾ അതൊന്ന് മാറ്റി തമ്മിൽ സംസാരിക്കുവാനും കുട്ടികൾക്ക് ഒരു ദിവസം അവരുടെ സ്കൂളിൽ എന്താണ് നടന്നത്, അവരുടെ കൂട്ടുകാരെന്താണ് പറഞ്ഞത്, നാളെ എന്താണ് ചെയ്യാൻ പോകുന്നത്, ഹോംവർക്കുകൾ ഉണ്ടോ, സ്കൂളിൽ എന്തൊക്കെയാണ് വിശേഷങ്ങൾ, ഇതെല്ലാം തിരക്കി അവരുടെ കാര്യങ്ങൾ ഇൻവോൾവ് ആവുക എന്നുള്ള ഒരു ഉത്തരവാദിത്വം രക്ഷകർത്താക്കളെ ഏറ്റെടുക്കണം. അതുപോലെ തന്നെ കുട്ടികൾക്ക് മാതൃകയാവുക. കുട്ടികൾ നോക്കുമ്പോൾ ഫുൾ ടൈം നമ്മൾ മൊബൈലിലാണെങ്കിൽ, രക്ഷകർത്താക്കൾ മൊബൈലാണെങ്കിൽ കുട്ടികൾ അത് കണ്ടു പഠിക്കത്തേ ഉള്ളൂ. നമുക്കറിയാം ഒരു പ്രായം വരെയും കുട്ടികൾ രക്ഷകർത്താക്കളെ മിമിക്ക് ചെയ്യുന്ന ഒരു രീതിയിലേക്കാണ് എപ്പോഴും പോകാറുള്ളത്. അതൊരു സൈക്കോളജിയാണ്. അപ്പോൾ രക്ഷകർത്താക്കൾ എന്താണോ ചെയ്യുന്നത് അത് തന്നെ കുട്ടികളും ചെയ്യും. അപ്പോൾ കുട്ടികൾക്കൊരു മാതൃകയായി മാറുക എന്നുള്ള ഉത്തരവാദിത്തം കൂടെ രക്ഷകർത്താക്കളെ ഏറ്റെടുത്താൽ ഇത്തരം നിയമം വരുമ്പോൾ അതും കൂടെ ഇംപ്ലിമെന്റ് ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും. നമ്മുടെ കുട്ടികൾ നമ്മുടെ വീടുകളിൽ സുരക്ഷിതരായി തന്നെ തുടരുകയും ചെയ്യും. ഈ ഒരു ഡിജിറ്റൽ യുഗത്തിൽ കുട്ടികൾ, മുതിർന്നവർ, വാർദ്ധക്യത്തിലെത്തിയവർ ഇവരെല്ലാവരുടെയും കയ്യിലുള്ള ഒരു സാധനം തന്നെയാണ് ഈ മൊബൈൽ ഫോൺ. മൊബൈൽ ഫോണോ ഇന്റർനെറ്റോ ഇല്ലാതെ ജീവിക്കാൻ കഴിയില്ല എന്ന അവസ്ഥയിലേക്കാണ് നമ്മളിൽ 99% ആൾക്കാരും മാറിയിട്ടുള്ളത്. ഈ ഒരു മൊബൈൽ ഫോണിനകത്തേക്ക് കടന്നു കഴിഞ്ഞാൽ പിന്നെ മറ്റൊരു മായിക ലോകത്തേക്കാണ് പോകുന്നുള്ളത് സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു ഉപയോഗം കുറച്ചു കൊണ്ടുവരിക, നമ്മുടെ വീട്ടിനകത്തെയുള്ള ബന്ധങ്ങൾ കുറച്ചും കൂടെ ഊട്ടി ഉറപ്പിക്കുക, രക്ഷകർത്താക്കളും കുട്ടികളും തമ്മിൽ സംസാരിക്കുക എന്നല്ലാതെ ഈ ഡിജിറ്റൽ യുഗത്തിൽ നമ്മുടെ കുട്ടികളുടെ ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയയുടെ ഓവറായിട്ട് ഉപയോഗം കുറയ്ക്കാൻ മറ്റൊരു വഴിയുമില്ല എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കുക. കുട്ടികളുടെ സോഷ്യൽ മീഡിയ ഉപയോഗത്തെ നിയന്ത്രിക്കുന്നതിനുള്ള നിയമങ്ങളെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? കമന്റ് സെക്ഷനിൽ അറിയിക്കുമല്ലോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിച്ചു നൽകുക. ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെയുള്ള ലോ പോയിന്റ് പുതിയൊരു എപ്പിസോഡിൽ കണ്ടുമുട്ടും വരേക്കും ഞാൻ നിങ്ങളുടെ അഡ്വക്കേറ്റ് ആകാശ് ചട്ടമല. ഗുഡ് ബൈ.